ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നിങ്ങളോട് ഒന്നിച്ച് പ്രകാരത്തിലായിരിക്കുവാൻ ദൈവം ഒരുക്കിയ സാവകാശത്തിനായി ഞാനും ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് അനേകം പരിചയമുള്ള മുഖങ്ങളെ കാണുവാൻ കർത്താവ് സഹായിച്ചു. മാത്രമല്ല പ്രിയ മാതാവിനെ പരിചയപ്പെടുവാൻ കർത്താവ് അവസരം നൽകി. എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 2009 സമയത്തൊക്കെയാണ് യോശുവ കുഞ്ഞായിരുന്ന സമ്മന്ന ജനിക്കുന്നതിന് മുമ്പ് അല്ലേ. ഇവര് വിവിധ ദേശത്ത് താമസിച്ചു. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ നാട്ടിലൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും പ്രിയപ്പെട്ടവനോട് കൂടെ വന്ന് താമസിക്കാനും ഇവിടുത്തെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാനും കർത്താവ് അവസരം നൽകി. ഈ നിലയിൽ കർത്താവ് ഒരുക്കിയ ഈ സാവകാശത്തെ കണ്ട് സന്തോഷിപ്പാൻ എനിക്കും അവസരം ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഈ സ്ഥലം സഭ എന്ന് പറയുന്നത് 2 രീതിയിൽ ആണ് ഒന്നിച്ചിരിക്കുന്നത്. ദൈവത്തിനെ നാം പഠിക്കുമ്പോൾ ഒരു സഭയെ ഒരു കെട്ടിട പണിയോട് ഉപമിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സഭയെ ഒരു ശരീരത്തോടും ഉപമിച്ചിട്ടുണ്ട്. ഈ കെട്ടിടം പണി നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. ശരീരത്തിനും ചില പ്രത്യേകതകളുണ്ട് അല്ലേ. ശരീരത്തിൻ്റെ പ്രത്യേകത എന്താ ശരീരത്തിൻ്റെ പ്രത്യേകത? ശരീരം ചലിക്കുമ്പോൾ തന്നെ എല്ലാ അവയവങ്ങളോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. നാം ഭൂമിയിൽ ജനിക്കണം, പിന്നെ അത് വളർച്ച പ്രാപിക്കുന്നതേ ഉള്ളൂ. അപ്പം ദൈവസഭ ആത്മീകമായിട്ട് വളരണം. എന്നാൽ രണ്ടാമത് ഒരു കെട്ടിട പണിയോടാണ് ഉപമിച്ചിട്ടുള്ളത്. എന്താ കെട്ടിട പണിയുടെ പ്രത്യേകത? എന്താ 1, 2, 3 എന്ന് പറയുമ്പോൾ കെട്ടിടം ഉണ്ടാവുക ഇല്ല. എന്ത് ചെയ്യണം? അത് ഫൗണ്ടേഷൻ ഇടണം. ഫൗണ്ടേഷൻ ഇട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് അതിന് മണ്ണിട്ട് ഉറച്ച് പിന്നെ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? പതിയെ കട്ട കെട്ടി അത് പതിയെ എന്ത് ചെയ്യും? അത് പണിതുകൊണ്ടിരിക്കുകയാണ്. അത് പണിത് ഒരു സമയത്ത് അതെന്ത് ചെയ്യും? പൂർത്തിയാകും. ദൈവസഭയും അതുപോലെ തന്നെയാണ്. കെട്ടിടപ്പണിയോട് ഉപയോഗിച്ചാണ്. ചിലരുടെ അടിസ്ഥാനം മുതലേ ഉണ്ട്. പതിയെ ഓരോ കല്ലുകൾ എന്ത് ചെയ്യും? അപ്പം ഇത് പണിയുന്നത് ആരാ പണിയുന്നത്? കർത്താവാണ്. കർത്താവ് വരുന്നവരെ അത് പണി. അപ്പൊ അതിന്റെ കല്ലുകളാണ്. അപ്പൊ അത് ഇനിയും പണിയാനുണ്ട്. അത് കർത്താവിന്റെ സമയത്ത് എന്ത് ചെയ്തോളും? കുഞ്ഞുങ്ങളെ കർത്താവിന്റെ സമയത്ത് അത് കർത്താവിന്റെ വരവ് വരെ അത് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വളരെ മനോഹരമായ ഒരു ദൃഷ്ടാന്തമാണ് കർത്താവ് ഉപയോഗിച്ചത്. കാരണം എന്താ? ഈ കെട്ടിടത്തിന്റെ കല്ലുകള് വിവിധ സമയത്ത്, ഒറ്റ സമയത്തല്ല കിട്ടുന്നത്, പല സമയത്താണ്. നെന്മാറയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം സഭയുടെ ആ കെട്ടിടത്തിലെ കല്ലുകളെ ദൈവം എന്ത് ചെയ്യും? സമയത്ത് കെട്ടി അത് പണി പൂർത്തീകരിക്കും. പലപ്പോഴും ഈ പ്രാരംഭ കാലഘട്ടത്തിലൊക്കെ, ശൈശവ കാലഘട്ടത്തിലൊക്കെ നമുക്ക് നിരാശയും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാനും പ്രവർത്തിക്കുന്നത് ഒരു പുതിയ സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് നടത്തും. വീട്ടിലാണ് മീറ്റിംഗ് നടത്തുന്നത്. അപ്പം ഞങ്ങൾ പോകുന്ന ഒരു 10-20 കുടുംബങ്ങളുണ്ട്. അപ്പം എല്ലാ കുടുംബങ്ങളെയും വിളിച്ച് അത്രയും കുടുംബങ്ങൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ ക്രമീകരിക്കും. ചിലപ്പോൾ ഒരു കുടുംബമായിരിക്കും വരുന്നത്, ചിലപ്പോൾ 2 കുടുംബമായിരിക്കും വരുന്നത്. ഇതൊക്കെ നമ്മുടെ ഇതിന് ഓരോ കാര്യമാണ്. ദൈവം എന്ത് ചെയ്യും? ഓരോ സമയം ആളുകൾ എന്ത് ചെയ്യും? എഴുന്നേൽപ്പിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും എന്ത് ചെയ്യുന്നത്? ദൈവം എഴുന്നേൽപ്പിക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വളരെ പ്രാർത്ഥനയോടെ ആ പണിക്ക് കീഴ്പ്പെട്ട് നമ്മൾ നിൽക്കുക. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ദൈവം അതിനായിട്ട് സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ നിലയിൽ നമുക്കൊന്നിച്ചു കൂടുവാൻ കർത്താവ് അവസരം നൽകി. പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ നാളെ മുതൽ ഈ ഭാഗത്തുള്ള സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. അല്പനേരത്തെ ദൈവത്തിനൊപ്പമുള്ള ബന്ധത്തിൽ
പഠനത്തോടുള്ള ബന്ധത്തിൽ നമുക്കൊരു വേദഭാഗം പ്രാരംഭമായി വായിക്കാം. 2 തിമോഥെയോസ് 2-ാം അധ്യായമാണ് പഠനത്തിനായിട്ട് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 21-ാമത്തെ വാക്യം പ്രാരംഭമായി നമുക്ക് വായിക്കാം. 2 തിമോഥെയോസ് 2-ാം അധ്യായം 21-ാമത്തെ വേദഭാഗം. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവർ ശുദ്ധവും ഉടമസ്ഥനുപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. നമുക്ക് ഏവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. നാം ഇവിടെ ഇങ്ങനെയാണ് വായിച്ചത്: ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രം ആയിരിക്കും. ഇന്നത്തെ ഈ പഠനത്തിന്റെ ഒരു ടൈറ്റിൽ, അല്ലെങ്കിൽ ഈ വേദഭാഗത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഇതാണ്: ഉടമസ്ഥന് പ്രയോജനപ്പെടുന്ന ഒരു മാനപാത്രമായി മാറി. ഉടമസ്ഥന് പ്രയോജനപ്പെടുന്ന മാനപാത്രമായി തീരും. ഇതാരാണ് ഈ വേദഭാഗം പറയുന്നത്? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസാണ്. ആരോടാണ് പറയുന്നത്? തിമോഥെയോസിനോടാണ്. ഈ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും തിമോഥെയോസും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിലും അതുപോലെ 2-ാം അധ്യായത്തിലൊക്കെ നാം പഠിക്കുമ്പോൾ 4 പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും തിമോഥെയോസും തമ്മിൽ ഒന്ന്, അവരൊരു സ്പിരിച്വൽ പാർട്ട്ണർഷിപ്പാണ്, അല്ലെ? സഹപ്രവർത്തകരാണ്, സഹയാത്രികരാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസും തിമോഥെയോസും തമ്മിൽ ഒരു ഡിസൈബിൾഷിപ്പ്, ശിഷ്യത്വമാണ്, ഗുരുവും ശിഷ്യനുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഈ തിമോഥെയോസിനെ മെന്റർ ചെയ്ത്, അല്ലെങ്കിൽ അവനെ പ്രചോദിപ്പിച്ച് പ്രയോജനമുള്ളവനാക്കി തീർക്കണം, ഒരു മെന്റർഷിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കണം. മാത്രമല്ല, ഇനി നാം തിരുവചനം നാം വായിക്കുമ്പോൾ ഒരു പിതാവ്, ആത്മീയ പിതാവ് മകൻ എന്ന ബന്ധം ഇവർ തമ്മിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഒരു സ്പിരിച്വൽ പാർട്ട്ണർഷിപ്പ്, ആത്മീകമായ കൂട്ടാളിയായി, കൂട്ടുപ്രവർത്തകരായിട്ട് അവരെ കാണാൻ സാധിക്കുന്നു. 2, ഒരു ശിഷ്യനും ഗുരുവുമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 3, അവർ തമ്മിൽ അവനെ, ആ തിമോഥെയോസിനെ മോൾഡ് ചെയ്ത്, അവനെ മെന്റർ ചെയ്ത് പ്രയോജനമുള്ളവനാക്കി മാറ്റുക, പ്രചോദിപ്പിച്ച് പ്രയോജനമുള്ളവനാക്കി മാറ്റുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 4, ഒരു സ്പിരിച്വൽ പിതാവും മകനുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തിമോഥെയോസ് ഇതിനെല്ലാം കീഴ്പ്പെട്ടിരിക്കുന്ന അനുഭവത്തെ നമുക്ക് കാണുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ തിമോഥെയോസിന്റെ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകണം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ മനോഭാവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പൗലോസിന്റെ മനോഭാവം എന്താ? തിമോഥെയോസിനെ കൂട്ടാളിയായിട്ട്, അല്ലെ, കൂടെ കൊണ്ടുപോവുകയാണ്, അവനെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുകയാണ്, അവനെ മെന്റർ ചെയ്ത് പ്രചോദിപ്പിച്ച് പ്രയോജനമുള്ളവനാക്കി മാറ്റുകയാണ്. അതേസമയം ഒരു പിതാവിന്റെ വാത്സല്യം നൽകി, സ്നേഹം നൽകി അവനെന്ത് ചെയ്യാം? ആ ബന്ധത്തിലേക്ക് അവനെ നയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവസഭയിലും ദൈവം ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഓരോ കുടുംബത്തിലും മാതാപിതാക്കളുടെ വലിയൊരു ഉത്തരവാദിത്തമാണത്. എന്താ ഉത്തരവാദിത്തം? മക്കളെ എന്ത് ചെയ്യണം? എപ്രകാരത്തിൽ ഒരു കൂട്ടാളിയായിട്ട് കൊണ്ടുപോകുക, അത് വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് പലപ്പോഴും പിതാക്കന്മാർക്ക് അതിന് എന്ത് ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. ഇപ്പൊ ഞാനിവിടെ വന്നപ്പോൾ ജോശുവ എന്ത് ചെയ്യാം? പാട്ട് പാടാൻ നിൽക്കും, കുഞ്ഞുങ്ങൾ കൊണ്ട് നിൽക്കും. അപ്പൊ അവർക്കൊരു പങ്ക് അതിൽ നൽകുകയാണ്. ആത്മീയ പ്രവർത്തനങ്ങളിൽ ഒരു പങ്ക് നൽകുന്ന നമുക്ക് കാണാൻ സാധിക്കണം.
സഭയിലും അത് തന്നെയാണ്. ആത്മീയമായ പങ്കാളിത്തം നൽകിക്കൊണ്ട് കൊണ്ടുപോകുക. അപ്പോസ്തലനായ പൗലോസിന് യാതൊരു മടിയുമില്ല അവരെ കൂട്ടിക്കൊണ്ടുപോകാനും കൂടെ നിർത്താനും ആ കൂട്ടാളിത്തത്തിലേക്ക് അവരെ നയിക്കുവാനിടയായിട്ട്. രണ്ടാമത്, ഒരു ശിഷ്യത്വത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ശിഷ്യത്വം ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. എന്നെ പഠിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, എന്നെ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല. എന്നാൽ നമുക്ക് ഒരു ഗുരു ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. കർത്താവ് നമ്മുടെ ഗുരുവാണ്. ദൈവജനം നാം വായിക്കുന്നുണ്ട്, ദൈവജനം പഠിക്കുന്നുണ്ട്. ആ നിലയിൽ നമ്മൾ പലപ്പോഴും ഞാൻ സ്വന്തമായി പഠിച്ചത് അങ്ങനെയല്ല. തിമോഥെയോസിന് ഒരു ഗുരു ഉള്ളതുപോലെ ആത്മീകമായി ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്ന അക്കൗണ്ടബിളായ, അതിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ്, നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ടബിൾ ആയിരിക്കണം. നമ്മളെ തിരുത്തുവാനും നമ്മളെ ശരിയായ രീതിയിൽ ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ആവശ്യം. ഒരു തിരുവചനം നാം എടുത്ത് നോക്കിയാൽ യോശുവയ്ക്കൊരു ഗുരു ഉണ്ടായിരുന്നു. ആരാണ്? മോശ ഉണ്ടായിരുന്നു. ഏലീശയ്ക്ക് ഒരു ഗുരു ഉണ്ടായിരുന്നു. ആരാണ്? ഏലിയാവാ. തിമോഥെയോസിന്റെ ഗുരു ആരാണ്? പൗലോസാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കി അതിനെ തിരുത്തുവാൻ കഴിയുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നാമും ആ വ്യക്തിയായിട്ട് എന്ത് ചെയ്യണം? മാറേണ്ടത് ആവശ്യം. അപ്പം ഈ പൗലോസിന്റെ മനോഭാവം, അതുപോലെ തിമോഥെയോസിന്റെ മനോഭാവം എന്താണ്? ഗുരുവിന് കീഴ്പ്പെട്ടിരിക്കുക, ആ മെന്റർഷിപ്പിനെ പൂർണ്ണമായി അംഗീകരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അത് തിമോഥെയോസിൽ കാണുന്ന ഗുണമാണ്. പൗലോസിൽ കാണുന്ന ഗുണം എന്താണ്? താൻ അടുത്തൊരു ജനറേഷനെ വളർത്തിയെടുക്കുന്നത്, അല്ലെങ്കിൽ കൂട്ടാളിയായിട്ട് കൂടെ കൊണ്ടുപോയി അടുത്തൊരു ജനറേഷനെ വളർത്തിയെടുത്ത് പിന്നീട് നാം വായിക്കുന്നത് എന്താണ്? 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്താ കാണുന്നത്? നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ എന്ന് പറഞ്ഞാൽ, നീ വിശ്വസ്തരാകണം. ഇതുപോലെ അടുത്ത ജനറേഷൻ എന്ത് ചെയ്യണം? വളർത്തി കൊണ്ടുവരണം. ഇന്ന് പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നൊരു വിഷയമില്ല. അനേക കുടുംബങ്ങൾ പരാജയപ്പെട്ട കുടുംബങ്ങളാണ്. ആത്മീയരായ നല്ല പിതാക്കന്മാരുണ്ട്, നല്ല മാതാക്കളുണ്ട്. എന്നാൽ അടുത്തൊരു ജനറേഷനെ ആത്മീകമായി വളർത്തിയെടുക്കുവാൻ പലപ്പോഴും പലർക്കും എന്ത് ചെയ്തിട്ടില്ല, സാധിച്ചിട്ടില്ല. അത് പരാജയമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 78-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ തലമുറയോട് എന്ത് ചെയ്യണം? ഉപദേശിക്കണം എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അവരെ ആത്മീയമായി വളർത്തണം, അവരെ ട്രെയിനിങ് ചെയ്ത് കൊണ്ടുവരണം. ബാലൻ എന്ത് ചെയ്യണം? അവനെ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കണം. അപ്പൊ തിമോഥെയോസിനെ അപ്പോസ്തലനായ പൗലോസ് ആ ഒരു കൂട്ടാളിയായി കൂടെ നിർത്തി, മാത്രമല്ല അവനെ പ്രചോദിപ്പിച്ച് അവനെ പ്രയോജനമുള്ളവനാക്കി, അവന് ശിഷ്യത്വത്തിന്റെ ആ അനുഭവത്തിൽ ഒരു ഗുരു എങ്ങനെയാണ് ശിഷ്യനെ വളർത്തിയെടുക്കുന്നത്, അതേ നിലയിൽ അവന് വേണ്ട ഉപദേശങ്ങൾ നൽകി, അവർ പിതാവിന്റെ വാത്സല്യം നൽകി എന്ത് ചെയ്യാണ്? കൂടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ, ഓരോ സ്ഥലം സഭയിലും ഒരു പൗലോസും ഒരു തിമോഥെയോസും ഉണ്ടായിരുന്നെങ്കിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കും. കീഴ്പ്പെടുവാൻ മനസ്സ് നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി ഞാൻ ഈ വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പലവിധമായ ഉപദേശങ്ങൾ, പ്രത്യേകിച്ച് ഈ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മെന്റർ എന്ന രീതിയിലും ഒരു ശിഷ്യൻ എന്ന രീതിയിലും, മാത്രമല്ല ഒരു ആത്മീക മകൻ എന്ന രീതിയിലും അവനെ ആത്മീകമായി പ്രചോദിപ്പിച്ച് പ്രയോജനമുള്ളവനാക്കി തീർക്കുവാൻ ചില ഉദാഹരണങ്ങൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്തൊക്കെ ഉദാഹരണങ്ങളാണ്? 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഭടനെ ത്വരപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഒരു ഭടൻ എങ്ങനെയാണ്? 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരും, 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന, മല്ലുകെട്ടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. 6-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു കൃഷിക്കാരനോട് തുലനപ്പെടുത്തി താൻ സംസാരിക്കുകയാണ്. ഇനി നാം വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പാത്രത്തെ കുറിച്ച്, മാനപാത്രത്തെ കുറിച്ച് അവിടെ എന്ത് ചെയ്യാണ്? ഉപമിച്ചിരിക്കുകയാണ്.
അപ്പൊ അവൻ പ്രയോജനപ്പെടണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ ആവശ്യമാണ്, തിമോഥെയോസിന്റെ ജീവിതത്തിൽ ആവശ്യമാണ്, അവൻ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഓരോന്നായിട്ട് താൻ പഠിപ്പിക്കുകയാണ്. ഒരു നല്ല പഠനം എങ്ങനെയാണ്? ഞാൻ വായിക്കുന്നു, കഷ്ടം സഹിക്കുന്നവനാണ്, അല്ലേ? തിമോഥെയോസിനോട് പറയുന്നുണ്ട്, എന്ന് വായിച്ചേ. 2 തിമോഥെയോസ് 1-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അപ്പൊ ഒരു ഭടൻ കഷ്ടം സഹിക്കുവാൻ തയ്യാറായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പട്ടാളത്തിൽ ചേരുന്നത്. കഷ്ടം സഹിക്കുവാനായിട്ട്. ഇന്ന് അനുഗ്രഹത്തിന്റെ സുവിശേഷമാണ് നമ്മുടെ ലോകത്തെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാവും. കർത്താവ് അനുഗ്രഹിക്കും. പക്ഷെ ഭൗതികമായ അനുഗ്രഹത്തെക്കാൾ കൂടുതൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ്? സ്വർഗീയമായ അനുഗ്രഹമാണ്, അല്ലേ? ഇതിന്റെ അപ്പുറം കർത്താവിനോട് കൂടെ നിത്യകാലം വാഴുക, അത് ദൈവം നൽകിയ അനുഗ്രഹമാണ്. അപ്പൊ ആ ആത്മീകമായ കാഴ്ചപ്പാടോടുകൂടെ നാം വളരേണ്ടതും ജീവിക്കേണ്ടതും വളരെ ആവശ്യമാണ്. എന്നാൽ കർത്താവ് പഠിപ്പിച്ചു, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, നിങ്ങൾ ധൈര്യപ്പെടുക, ഞാൻ ലോകത്തെ ജയിച്ചു. ലോകത്തിൽ കഷ്ടമുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആദിമകാല വിശ്വാസികളെ തന്നെ എടുത്തു നോക്കിയാൽ എന്ത് ചെയ്യും? അവരെല്ലാം ജീവിതത്തിൽ കഷ്ടതയിലൂടെയാണ് കടന്നു പോയത്. പത്രോസിന്റെ ജീവിതം എടുത്തു നോക്കാം, താൻ ജയിലിൽ കടന്നു. പൗലോസിന്റെ ജീവിതം എടുത്തു നോക്കാം, താൻ എന്ത് ചെയ്തു? ജയിലിൽ കടന്നു. ഇനിയും വേദഭാഗം വായിക്കുമ്പോൾ ചിലരെ പീഡിപ്പിച്ചു എന്നാണ് കാണുന്നത്. എല്ലാവർക്കും ഒരുപക്ഷെ ഉണ്ടാവണമെന്നില്ല, ചിലരെ. ആ ചിലരാരാ? കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാണ്. അപ്പൊ ഒരു പടയാളി കഷ്ടം അനുഭവിക്കാൻ തയ്യാറായി പട്ടാളത്തിൽ ചേരുന്നത് പോലെ, ഇനി 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഭടന്റെ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നു. പട ചേർത്തവൻ എന്ത് ചെയ്യണം? സാധിപ്പിക്കണം. പട ചേർത്തവനെ സാധിപ്പിക്കണം. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ ഒരു സഹോദരൻ്റെ കൂടെ കോയമ്പത്തൂർ കടന്നു പോയി. അപ്പൊ അവന് പട്ടാളത്തിൽ ചേരാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിലാണ് പോയത്. അപ്പൊ ഞാനും കൂടെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ്. ഒരുപാട് സ്ഥലത്ത് നിന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗത്തു നിന്ന് കുട്ടികൾ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ഇന്റർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി കുട്ടികൾ തയ്യാറായിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ പട്ടാളത്തിന്റെ വണ്ടി അവിടെ വന്നപ്പോൾ പെട്ടെന്ന് പട്ടാളക്കാരൊക്കെ ഇറങ്ങി കുട്ടികളോട് പറഞ്ഞ്, നിങ്ങൾ വന്നവരെയൊക്കെ നോക്കി അവരെ ലഗേജൊക്കെ എടുത്തു വെക്കണം. അപ്പൊ ഈ പട്ടാളക്കാർ മാറി നിൽക്കുകയാണ്. പെട്ടെന്ന് ഈ വന്ന കുഞ്ഞുങ്ങളിൽ ചിലർ എന്ത് ചെയ്തെന്ന് അറിയാമോ? അവര് തന്നെ മുൻകൈ എടുത്ത് 2 പേര് അതിന്റെ ബോളിൽ കയറി, കുറച്ച് പേര് ആ കയറുന്ന പടികളിൽ നിന്നും പെട്ടെന്ന് അവർ പാസ് ചെയ്തു. ഈ ബാഗൊക്കെ എടുത്ത് ബോളിൽ വെച്ചു. എന്നാൽ ചില ആളുകൾ എന്ത് ചെയ്തു? VIP-കളായിട്ട് മാറി നിന്നു. ആരെങ്കിലൊക്കെ ചെയ്യട്ടെ, ഞാനിപ്പോൾ എടുത്ത് ചെയ്യണ്ടേ, എനിക്ക് അവിടെ പോകുന്ന എൻ്റെ വലിയ കാര്യമൊക്കെ എന്ത് ചെയ്യാം, എൻ്റെ താലത്തൊക്കെ കാണിക്കാൻ വിചാരിച്ച് മാറി നിന്നു. എന്താ ഉണ്ടായെന്ന് അറിയാമോ? ഈ മേലെ കയറിയവനും സ്റ്റെപ്പിൽ കയറി ഇതിന് മുൻകൈ എടുത്തവനെ എനിക്ക് ആരും എന്ത് ചെയ്തു? അവര് നോട്ട് ചെയ്തു. അവരെയൊക്കെ എന്ത് ചെയ്തു? അടുത്ത ഇന്റർവ്യൂവിലേക്ക് അവര് സെലക്ട് ചെയ്യും. പട ചേർത്തവനെ എന്ത് ചെയ്യുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവത്തിന് പ്രസാദകരമായി തീരണം. നാം വിവിധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ദൈവത്തിന് പ്രസാദകരമായ കാര്യമാണോ? ദൈവത്തെ അതിലൂടെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടോ? അപ്പോസ്തലൻ പൗലോസ് പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ? എൻ്റെ യജമാനെ എനിക്ക് എന്ത് ചെയ്യണം? പ്രസാദിപ്പിക്കണം. അതിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? അഭിമാനം. അപ്പൊ യജമാനെ അല്ലെങ്കിൽ പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്ന ഒരു ഭടനായിട്ട് നീ എന്ത് ചെയ്യണം? അപ്പൊ കഷ്ടം സഹിക്കുന്ന യജമാനെ പ്രസാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്ന ഒരു ഭടനോട് ഉപമിച്ചിരിക്കുക. ഈ 5-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ രണ്ടാമത്തെ വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന, അന്നത്തെ കാലത്ത്
മല്ല് കെട്ടുക എന്നൊരു മത്സരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അത് ഓടിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? ചട്ടപ്രകാരം, അതായത് അതിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് പോരാടിയെങ്കിൽ മാത്രമേ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഷൈനി വിൽസനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒളിമ്പിക്സിൽ ഓടി മുമ്പിലൊക്കെ എത്തി, പക്ഷേ വിജയിയായില്ല. എന്താ കാരണം? വാക്ക് ചട്ടപ്രകാരം പോരാടണം, അതിന്റെ നിയമം അനുസരിക്കണം. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. യജമാനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതേസമയം ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കണം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി ആ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ മാതൃകയോടെ, അല്ലെങ്കിൽ എല്ലാ ലക്ഷ്യങ്ങളും എവിടെ നിന്നാണ് കിട്ടാൻ? ദൈവവചനത്തിനനുസരിച്ചാണ്. അപ്പൊ ദൈവവചനത്തിനനുസരിച്ച് ചട്ടപ്രകാരം പോരാടേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവവചനത്തിനനുസരിച്ച്, കാരണം ദൈവവചനം ദൈവവചനം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിന്റെ വചനം എന്റെ കാലിന് എന്റെ പാതയ്ക്ക് പ്രകാശമാണ്. ആ വചനത്തിനനുസരിച്ച് ജീവിക്കുക, ചട്ടപ്രകാരം പോരാടേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. ഇനി മൂന്നാമത് മറ്റൊരുത്തിനെ കാണിച്ചിരിക്കുകയാണ്. എന്താണത്? അധ്വാനിക്കുന്ന കൃഷിക്കാർ. ധാരാളം ആൾക്കാരുണ്ട്. അവരുടെ ഒരുപക്ഷെ റേഷൻ കാർഡിലെ പേരെന്തായിരിക്കും? കൃഷി, അല്ലേ? ആ റേഷൻ കാർഡിൽ കൃഷി എന്നായിരിക്കും, പക്ഷെ എന്തില്ല, അധ്വാനിക്കുന്ന കൃഷിക്കാർ. ഞങ്ങളവിടെ ചില സ്ഥലത്തെ ഉള്ളിലൊക്കെ പോകാറുണ്ട്. അപ്പൊ അവിടെ ധാരാളം സ്ഥലമുള്ള ആളുകളെയും, അപ്പൊ ചില പ്രായമുള്ള ആളുകൾ വളരെ കൃഷിക്കാരായിരിക്കും. രാവിലെ തന്നെ അവരെന്ത് ചെയ്യും? പുറത്തിറങ്ങും. കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ പ്രായമുള്ളൊരു വ്യക്തിയുണ്ട്. അപ്പൊ അദ്ദേഹം രാവിലെ പുറത്തൊക്കെ ഇറങ്ങി ഒരു ഇളനീരൊക്കെ കഴിച്ച്, പക്ഷെ ഇന്നും അദ്ദേഹത്തിന് ഏജ് ഉണ്ട്, എനിക്കൊന്ന് 90 പേരെ ഏജ് ഉണ്ട്. അദ്ദേഹം വളരെ ആരോഗ്യവാനായിട്ടിരിക്കുകയാണ്. എന്താ കാരണം? അധ്വാനിക്കുന്ന വ്യക്തിയാണ്. ഇനി അധ്വാനിക്കുന്ന കൃഷിക്കാരൻ എന്ത് കിട്ടുകയുള്ളൂ? വിളവ് എടുക്കാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ പലപ്പോഴും വാഴയൊക്കെ നടക്കും, പിന്നെ ആ ഭാഗത്തേക്ക് എത്തിക്കത്തില്ല. ലോകത്തെ എന്നും നോക്കുമ്പോ എന്ത് ചെയ്യും? അപ്പൊ അധ്വാനിക്കുന്ന കൃഷിക്കാരൻ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തിമോഥെയോസിനോട് പറയുകയാണ്, അധ്വാനിക്കുന്ന കൃഷിക്കാരനാണ് ഫലം എന്ത് ചെയ്യുന്നത്? ഫലം അനുഭവിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അധ്വാനം വളരെ ആവശ്യമാണ്. ഒരു ഭടൻ പ്രസാദിപ്പിക്കണം, ചട്ടപ്രകാരം പോരാടണം. ഒരു കൃഷിക്കാരൻ എന്ത് ചെയ്യണം? അധ്വാനിക്കുക. അധ്വാനിക്കുന്നവരാണ് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുക. രൂത്തിന്റെ ജീവിതം നാം എടുത്തു നോക്കിയാൽ, രൂത്ത് നവോമിയുടെ കൂടെ ആ ബെത്ലഹേമിലേക്ക് വന്ന് താൻ അവിടെ നിന്ന് ഒരുപക്ഷെ പറയാമായിരുന്നു, നിന്റെ കൂടെ വന്ന് എനിക്ക് വേണ്ടതൊക്കെ തരാൻ പറയാമായിരുന്നു. പക്ഷെ രൂത്ത് പറയുന്നുണ്ട്, ഞാൻ പോയി എന്ത് ചെയ്യാം? ഞാൻ പോകാൻ ഞാൻ പോയി കതിർ പറക്കാം. അങ്ങനെ പോയപ്പോൾ എന്താ സംഭവിച്ചത്? ഭാഗ്യവശാൽ ബോക്സിന്റെ, നേരത്തെ നവോമി പറഞ്ഞു വിടുകയല്ല, ഭാഗ്യവശാൽ എവിടെ ചെന്നു? ബോക്സിന്റെ വലിച്ചു. ഇനി അവിടെ ചെന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെള്ളം കുടിക്കേണ്ട സമയത്ത് വെള്ളം കൊടുത്തു, ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് യജമാനന്റെ ഭക്ഷണം തനിക്ക് ലഭിച്ചു എന്ന് കാണാൻ സാധിക്കുന്നു. പിന്നീട് ആ വ്യക്തിയുടെ സാക്ഷ്യത്തെ മനസ്സിലാക്കുകയും അവിടുത്തെ ഒരു ഉടമസ്ഥയായിട്ട് അല്ലെങ്കിൽ യജമാനത്തിയായി മാറുന്നത് കാണാൻ സാധിക്കും. അതിന്റെ പ്രാരംഭം എന്താ? ഞാൻ പോയി ഉത്സാഹത്തോടെ, അല്ലേ? ഉത്സാഹത്തോടെ ഒരു കൃഷിക്കാരൻ ഉത്സാഹത്തോടെ അധ്വാനിക്കുമ്പോഴാണ് അവിടെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൽ നാമും ഉത്സാഹത്തോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ്, ഉത്സാഹത്തോടെ ജീവിക്കേണ്ടവരാണ്. ഇനിയെല്ലാം മതി എന്നല്ല, ഇനിയും അധികമായി ചെയ്യുവാൻ, ഇനിയും അധികമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം അധ്വാനിക്കുന്ന കൃഷിക്കാരായി തീരണം. ഇനി നാലാമത്തെ ആശയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അവിടെ എന്താ വായിക്കുന്നത്? ഉടമസ്ഥന് പ്രയോജനപ്പെടുന്ന ഒരു മാനവം. ഇവിടെ പല പാത്രങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 20ാമത്തെ വാക്യം വായിക്കാമോ? 20ാമത്തെ വാക്യം അവിടെ എന്താ വായിക്കുന്നത്? എന്നാൽ
ഈ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാലിന്യ കാര്യത്തിലും ചിലത് ഹീന കാര്യത്തിലും ഉപയോഗിക്കുന്നു. ഇവിടെ നാം വായിക്കുന്നത് ഒരു വലിയ വീട്ടിൽ പല തരത്തിലുള്ള പാത്രങ്ങളുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള പാത്രങ്ങളാണല്ലേ? സ്വർണ്ണമുണ്ട് അല്ലേ? ഇവിടെ അനുസരിച്ച് എന്തൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊന്നുകൊണ്ടുള്ളത്, വെള്ളി കൊണ്ടുള്ളത്, മരം കൊണ്ടുള്ളത്, മണ്ണുകൊണ്ടുള്ളത്. ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും ഇഷ്ടം എന്താ? എങ്ങനെയുള്ള പാത്രാധാനം അല്ലേ? പക്ഷെ പലരും നിരാശപ്പെടുന്ന വിഷയം എന്താണെന്നറിയാമോ? എന്റെ പൊന്നുകൊണ്ടൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, എന്റെ വെള്ളി കൊണ്ടൊന്നുമല്ല. പക്ഷെ എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം ഇതാണ്, അല്ലെങ്കിൽ എന്നെ എന്തുകൊണ്ട് ഉണ്ടാക്കി എന്നുള്ളതല്ല, വേണ്ടി ഉണ്ടാക്കി എന്നുള്ളതാണ്. അനേകം നിരാശപ്പെടുന്നത് ലോകം നമുക്കറിയാം. ലോകത്തെല്ലാം പലപ്പോഴും നമുക്ക് കാണുന്നത് അതിന് പറയുന്നത് സൈബർ ബുള്ളിംഗ് എന്നാണ് പറയുന്നത്. സൈബർ ബുള്ളിംഗ് എന്താ? നിന്റെ ഒന്നിനും കൊള്ളില്ല, നീ കർത്താവനാണ്, അല്ലെങ്കിൽ നീ നിന്നെ കാണാൻ ഭംഗിയൊന്നുമില്ല, നിനക്ക് മുടിയൊന്നുമില്ല, നിനക്ക് സംസാരിക്കാൻ അറിയില്ല. അപ്പൊ അവനെ നിരാശപ്പെടുത്തുന്ന ഒരു ലോകത്താണ് നിൽക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യാൻ വേണ്ടിയാണ് നിൽക്കുന്നത്? എന്നെ പൊന്നുകൊണ്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ കഴിവുകൊണ്ട് നിങ്ങളെ എന്ത് ചെയ്യാം, ഏറ്റവും ബെസ്റ്റ് ആക്കാം എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവ് ഉപയോഗിക്കുന്നത് നിന്നെ പൊന്നുകൊണ്ടുള്ളവനാണോ, വെള്ളി കൊണ്ടുള്ളവനാണോ, മരം കൊണ്ടുള്ളവനാണോ, അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുള്ള, അതല്ല ദൈവം. നിന്നെ ഞാൻ വാങ്ങിയിരിക്കുന്നത് എന്തിനാ? ഉപയോഗിക്കാൻ വേണ്ടി. ഞാൻ എന്തിനാണ് ഉണ്ടാക്കിയത് എന്നുള്ളത്. നല്ല മീൻ വെക്കണമെങ്കിൽ എന്ത് വേണം? മൺചട്ടി വേണം അല്ലേ? നല്ല മീൻ വേണമെങ്കിൽ വെക്കണമെങ്കിൽ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ സാധിക്കും. ഇനി എന്തെങ്കിലും ഒരു നല്ല പാത്രം, അത് സ്വന്തം കയ്യിൽ കൊണ്ട് എന്ത് ചെയ്യത്തില്ല, നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് എന്താ? ആരാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പൊ ഓരോന്നിനും പ്രയോജനമുണ്ട്. ഇവിടെ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ യജമാനൻ എന്ത് ചെയ്തിരിക്കുകയാണ്? വാങ്ങിയിരിക്കുകയാണ്. ഉടമസ്ഥൻ എന്ത് ചെയ്യുക? നിന്റെ ഉപയോഗത്തിന് വേണ്ടി വാങ്ങിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുക എന്നെ ഒന്നിനും കൊള്ളില്ലാത്തവനായിരിക്കാം, എനിക്കൊരു പ്രയോജനം, എനിക്കിത് കഴിവില്ലാത്തവനാണ് എന്ന് ചിന്തിച്ച് അടങ്ങിയിരിക്കാനല്ല. നമുക്കൊരു ഉടമസ്ഥനുണ്ട്. എന്നെ വിലയ്ക്ക് വാങ്ങിയ ഒരു ഉടമസ്ഥനുണ്ട്. ഉപയോഗിക്കാൻ വേണ്ടി വിലയ്ക്ക് വാങ്ങിയ ഒരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥന് ഉപയോഗമുള്ള പാത്രമായിട്ട് ഞാൻ എന്ത് ചെയ്യണം? മാറേണ്ടത്. നിന്നെ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതല്ല, ഏത് സാഹചര്യത്തിൽ ജനിച്ചു എന്നുള്ളതല്ല. ഒരുപക്ഷെ നമ്മൾ നല്ലൊരു സാഹചര്യത്തിലായിരിക്കാൻ ജനിച്ചിട്ടുണ്ടാവുക, അല്ലായിരിക്കാൻ ജനിച്ചിട്ടുണ്ടാവുക. ഒരുപക്ഷെ ലോകപരമായി നോക്കിയാൽ വലിയ കഴിവുകൾ നമുക്കുണ്ടായിരിക്കുക എന്ന് വരികയില്ല. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നിന്നെ അതേ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്തിരിക്കുക? വാങ്ങിയിരിക്കുക അല്ലേ? ഞാൻ ഉടമസ്ഥനായി വന്നിരിക്കുകയാണ്. ഒരു നിലയെ കടന്നു വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്താ? നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. ആ ആലയം ഇനി അതിന് ഞാൻ എന്ത് ചെയ്തിരിക്കാം? വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഇനി അത് നിങ്ങൾക്കുള്ളതല്ല, അത് ഉടമസ്ഥനുള്ളതാണ്. അപ്പൊ നമ്മളെ എല്ലാവരെയും കർത്താവ് എന്ത് ചെയ്തിരിക്കുക? വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എല്ലാവരെയും നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. എന്താ കൊടുത്ത വില? എന്താ വെച്ച് കൊടുത്ത വില? എന്താ? കർത്താവ് തന്റെ രക്തത്താൽ അല്ലേ, തന്റെ ജീവൻ നൽകി നമ്മളെ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി ദൈവമക്കളാക്കി തീർത്തു, അവന്റെ അവകാശികളാക്കി തീർത്തു, മക്കളാക്കി തീർത്തു. എത്രയോ ശ്രേഷ്ഠമാനമായ കാര്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് നാം ചിന്തിക്കേണ്ടത് നമ്മളെ എങ്ങനെ ഉണ്ടാക്കി, നാം എന്തുകൊണ്ട് ഉണ്ടാക്കി എന്നുള്ളതല്ല, എന്തിനു വേണ്ടി ഉണ്ടാക്കി. നമ്മളെ യജമാനൻ വാങ്ങിയിരിക്കുകയാണ്. നിരാശപ്പെടുന്ന ഒരു ലോകത്ത്, അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനിടയിൽ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരാളുണ്ട്. ആ ഉടമസ്ഥന് പ്രയോജനപ്പെടുന്ന ഒരു പാത്രമായി ഞാൻ എന്ത് ചെയ്യണം? മാറണം. അത് വലിയ ആവശ്യമാണ്. ഇനി നാം വായിക്കുമ്പോൾ അങ്ങനെ പ്രയോജനപ്പെടണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കണം. ഞാൻ യജമാനന് പ്രയോജനപ്പെടുന്ന, ഉടമസ്ഥന് പ്രയോജനപ്പെടുന്ന മാനപാത്രമായി തീരണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. 21-ാം വാക്യത്തിൽ ഇവയെ വിട്ടകന്ന് ചിലത് ഞാൻ എന്ത് ചെയ്യണം? വിട്ടകലണം. എന്തൊക്കെയാ വിട്ടകലേണ്ടത്?
എന്തൊക്കെ കാര്യങ്ങളാണ് വിട്ടകലേണ്ടത്? ഇനിയും ഇതിനോട് സമപ്പെടുത്തി ചില പദങ്ങൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്ന് 14 വാക്യം വായിക്കാമോ? 14ാമത്തെ വാക്യം 2:14. കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണം. വാഗ്വാദം ചെയ്യാതിരിക്കുക. ഇനി താഴോട്ടൊന്ന് വായിക്കുമ്പോൾ 16ാം വാക്യം. ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ എന്ത് ചെയ്യണം? ഒഴിഞ്ഞിരിക്കണം. 19ാം വാക്യം അവസാനം വായിച്ചാണ്. ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം അനീതി വിട്ടകലുക. അപ്പൊ ചിലത് ചെയ്യാതിരിക്കുക, ഒഴിഞ്ഞിരിക്കുക, അനീതി വിട്ടകന്നുകൊള്ളുക. ഇനി 21ാം വാക്യത്തിൽ ഇവയെ വിട്ടകന്ന്. 22ാം വാക്യം വിട്ടോടുക. വിട്ട് ഓടുക. ഇനി അപ്പൊ നാം ഓരോരുത്തരും ഉടമസ്ഥന് പ്രയോജനമുള്ള ഒരു പാത്രമായി തീരണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം? ഒന്നാമത് ഞാൻ പാടില്ല. എന്താ ചെയ്യാൻ പാടില്ലാത്തത്? ചെയ്യാതിരിക്കുക. എന്താ? വാഗ്വാദം ചെയ്യാനായിട്ട് പാടില്ല. വാക്കുകളുടെ പ്രയോഗം, അല്ലെ? വാക്കുകളുടെ പ്രയോഗം നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണം? പൂവ്, അല്ലേ? പിന്നെ ഉപ്പിനാൽ രുചി വരുത്തിയത്. നമ്മുടെ വാക്കുകൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം? സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ ഉപയോഗിക്കണം. എന്നാൽ ചിലത് ചെയ്യാൻ നമുക്ക് അനുവാദം ഇല്ല. അപ്പൊ നമ്മുടെ വാക്കുകളെ നാം എന്ത് ചെയ്യണം? സൂക്ഷിച്ചുപയോഗിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ചിലത് ചെയ്യുവാനായിട്ട് പാടില്ല. കേൾക്കുന്നവരെ മറിച്ചു കളയുന്ന വാക്കുകൾ എന്ത് ചെയ്യരുത്? കേൾക്കുന്നവരെ മറിച്ചു കളയുന്ന വാക്ക് എന്താ? അവിശ്വാസത്തിന്റെ വാക്കുകൾ, അല്ലേ? അവിശ്വാസത്തിന്റെ വാക്കുകൾ. ഇനി താഴോട്ട് വായിക്കുമ്പോൾ അടുത്തത് പറയാണ് 16ാമത്തെ വാക്യം. 16ാമത്തെ ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഭക്തിക്ക് വിരുദ്ധമായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? വരാനായിട്ട് പാടില്ല. ഞാൻ ദൈവത്തിലാണെങ്കിൽ, എന്നെ തെരഞ്ഞെടുത്തെങ്കിൽ, എന്നെ ഉടമസ്ഥൻ തെരഞ്ഞെടുത്തുവെങ്കിൽ, ഉപയോഗിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തുവെങ്കിൽ ഭക്തിവിരുദ്ധമായ കാര്യങ്ങളെ നാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞിരിക്കണം. അതിൽ എത്ര ലാഭം കിട്ടിയാലും ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? അതിന്റെ പിന്നാലെ ഭക്തിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ. നമ്മുടെ മനസാക്ഷി നമുക്കറിയാം, അല്ലേ? ഒരു ആരാധന മുടക്കിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിചാരിച്ച് ആരാധന മുടക്കിയ നമ്മുടെ ഹൃദയത്തോട് പറയണ്ട, ഇന്ന് ആരാധന മുടക്കിയത് നീ ശരിയായി. ഒരുപക്ഷെ ലാഭം ഉണ്ടാകാം, അന്ന് പോയത് ഒരുപക്ഷെ ലാഭം ഉണ്ടായേക്കാം. പക്ഷെ ഭക്തിക്ക് വിരുദ്ധമായ ലാഭമാണ് നാം നേടുന്നതെങ്കിൽ അതിനെ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? അതിനെ ഒഴിഞ്ഞിരിക്കണം. ആരാധന മുടക്കി, ബൈബിൾ ക്ലാസ് മുടക്കി ട്യൂഷന് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വിടാനായിട്ട് പാടില്ല. എന്ത് ലാഭം കിട്ടിയാലും, ഏത് ജോലി ലാഭം കിട്ടിയാലും, പണ്ടത്തെ പിതാക്കന്മാര് വളരെ ധൈര്യത്തോടെ ഈ കാര്യം പഠിപ്പിച്ചു. എന്നാൽ ഇന്ന് പഠിപ്പിക്കാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? അത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു തലമുറയെ നമ്മൾ എന്ത് ചെയ്യുക? വളർന്നു വരികയാണ്. ആരാധന കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവര് പിതാക്കന്മാര് വളരെ അർജന്റായിട്ട് പോയതാണ്. പക്ഷേ മക്കളെ കാര്യം വന്നപ്പോൾ അന്ന് പിതാക്കന്മാർ ഒരുപക്ഷെ ചോദിച്ച് പറഞ്ഞൊക്കെയാണ് എന്ത് ചെയ്തത്? പോയത്. മക്കൾ വന്നപ്പോൾ അവർ വിചാരിച്ചു ഇത് ശരിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരുടെ സമയം വരുമ്പോൾ അവർ എഴുന്നേറ്റ് മാനപാത്രമായി തീരണമെങ്കിൽ, പ്രയോജനപ്പെടുന്ന പാത്രമായി തീരണമെങ്കിൽ ഭക്തിക്ക് വിരുദ്ധമായ വൃഥാലാഭങ്ങളെ നാം എന്ത് ചെയ്യണം? ഒഴിഞ്ഞിരിക്കണം. ഇനി അടുത്തത് എന്താ നമ്മൾ വായിക്കുന്നത്? 19ാമത്തെ വാക്യം. അനീതി വിട്ടകന്നു കൊള്ളട്ടെ. അനീതി പറഞ്ഞാൽ എന്താ? നീതി അല്ലാത്തതിനെ എന്ത് ചെയ്യണം? വിട്ട് അകലുന്നത്. നമ്മുടെ വാക്കാണെങ്കിലും, നമ്മുടെ പ്രവൃത്തിയാണെങ്കിലും, നമ്മുടെ ചിന്തയാണെങ്കിലും
ആ നീതിക്ക് നിരക്കാത്തതാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? വിട്ടകന്നു കൊള്ളണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ വിട്ടകലും. നമുക്കറിയാം, ഒരു സ്ഥലത്ത് ഒരു എന്താ കടിക്കുന്ന ഒരു നായി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ അതിന്റെ കൂടെ ചെന്ന് അതിനെ താലോടിക്കാൻ പോവുമോ? നമ്മൾ എന്ത് ചെയ്യും? അതിനെ വിട്ടകന്ന് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. നാം പ്രയോജനപ്പെടുന്ന പാത്രമായി തീരണമെങ്കിൽ നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ, അനീതിയെ വിട്ടകന്ന് ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇനി അതിന്റെ 21 ഇവയെ വിട്ടകന്ന് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 22 വാക്യത്തിനടുത്ത് പറയുന്നു, എന്താ പറയുന്നത്? യൗവന മോഹങ്ങളെ വിട്ട് ഓടണം. യൗവന മോഹങ്ങളെ വിട്ട് ഓടണം. വിട്ട് ഓടിയ ഒരു വ്യക്തിയെ പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. ആരാ? യോസെഫിന്റെ ജീവിതത്തിൽ യൗവനക്കാരനാണ്, പാപം ചെയ്യുവാനുള്ള സാധ്യതയോടെയുണ്ട്. എന്നാൽ ആ സാധ്യത വന്നപ്പോൾ താൻ വിട്ടോടി, അല്ലെ? പാപത്തെ കൂട്ടി നിൽക്കാൻ താൻ തയ്യാറായി. ഇത് നമ്മുടെ ഫോണൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? വിടണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലേ സൗര? ഇന്ന് നമ്മുടെ സമൂഹത്തിലെല്ലാം വന്നിരിക്കാം. പ്രത്യേകിച്ച് ഒരു പഠനം തെളിയിക്കുന്നത് കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നു. വീട്ടിലിരിക്കുന്ന പലരുമാണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ ഫോണ് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കും. യൗവന മോഹത്തെ എന്ത് ചെയ്യണം? വിട്ട് നാം യജമാനന് പ്രയോജനപ്പെടുന്ന പാത്രമായി തീരണമെങ്കിൽ ആ മോഹങ്ങളെ, നമുക്കെല്ലാം മോഹങ്ങളുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ മോഹമില്ലാത്ത മനുഷ്യനല്ലെന്നാണ്. എല്ലാവരും ജീവിതത്തിലുണ്ട് യൗവന മോഹങ്ങൾ. അവരുടെ പ്രായം അനുസരിച്ച് ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? കടയിലെ എല്ലാ ചോക്ലേറ്റും കിട്ടണം, അല്ലേ? എല്ലാ ടോയ്സും. അത് കഴിയുമ്പോൾ അടുത്ത പ്രായത്തിലേക്ക് വരുമ്പോൾ പിന്നെ എന്താണ്? അവന്റെ മോഹത്തിന് വ്യത്യാസം. ഓരോ പ്രായം അനുസരിച്ച് മോഹങ്ങൾ വർദ്ധിച്ചു വരുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നു. ശാരീരികമായ മോഹങ്ങളുണ്ട്, മാനസികമായ മോഹങ്ങളുണ്ട്, സാമൂഹ്യപരമായ മോഹങ്ങളുണ്ട്. ദൈവ മക്കൾക്ക് ചേരാത്ത കാര്യത്തെ നാം എന്ത് ചെയ്യണം? വിട്ട് ഓടേണ്ടത് വളരെ ആവശ്യം. വിട്ട് ഓടേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഉടമസ്ഥന് പ്രയോജനപ്പെടുന്ന ഒരു പാത്രമായി തീരാനായിട്ട് സാധിക്കും. ഇനി താഴോട്ട് വായിക്കുമ്പോൾ 23 വാക്യം വായിച്ച്, ചിലത് ഒഴിഞ്ഞിരിക്കണം. എന്താണ്? ബുദ്ധിയില്ലാത്ത ഒറ്റതർക്കം ഷണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞ് എന്ത് ചെയ്യണം? ഒഴിഞ്ഞിരിക്കണം. ചിലതിനെ ഞാൻ എന്ത് ചെയ്യണം? ഒഴിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യം. അപ്പൊ ഇതെല്ലാം ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ചിലതിനെ ചെയ്യാൻ പാടില്ല, ഞാൻ ചിലതിനെ ഒഴിഞ്ഞിരിക്കണം, ചിലതിനെ വിട്ടോടണം, ചിലതിനെ വിട്ടകലണം, ചിലതിനെ ഞാൻ എന്ത് ചെയ്യണം? ഒഴിഞ്ഞിരിക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? യജമാനന് പ്രയോജനപ്പെടുന്ന ഒരു പാത്രമായി തീരാൻ സാധിക്കുകയുള്ളൂ. അത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. അത് തീർച്ചയായിട്ടും ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തുണ്ട്? ഒരു സഹനമുണ്ട്, കഷ്ടതയുണ്ട്. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, എന്നോട് കൂടെ എന്ത് ചെയ്യണം? ഇഷ്ടം സഹിക്കണം. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ പല പാത്രങ്ങളുണ്ട്. ചില പാത്രങ്ങൾ മേടിച്ച നാൾ മുതൽ എവിടെ മാത്രമേ ഇരിക്കുന്നത്? സൊക്കേഴ്സില്, അല്ലേ? കുഞ്ഞുങ്ങൾക്ക് സമ്മാനമൊക്കെ കൊടുക്കും. പാട്ടൊക്കെ പാടുമ്പോൾ നല്ല പ്രൈസ് കൊടുക്കും, നല്ല പ്ലേറ്റ് കൊടുക്കും. ചെന്ന വഴി അമ്മ മേടിച്ച് എന്ത് ചെയ്യും? പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യത്തില്ല. അങ്ങനെയുള്ള പാത്രം ഇരിക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെന്താ? ശരിക്കും ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രം നമുക്കറിയാൻ പറ്റും. എങ്ങനെയാണ്? കായ വെക്കുന്ന പാത്രം എന്നും അതിനെ ചകിരിയിട്ട്, അല്ലേ? പണ്ടത്തെ കാലമാണെങ്കിൽ ചാരം ഒക്കെ തേച്ച് അതിനെ മിനുക്കി അടുത്ത പാത്രം അടുത്ത ഉപയോഗിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക? തയ്യാറാക്കി വെക്കുകയാണ്. നമ്മുടെ ജീവിതം കർത്താവിന് പ്രയോജനപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ എന്തുണ്ട്? കഷ്ടതയുണ്ട്.
പ്രതിസന്ധികളുണ്ട്, ചൂടിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയിന്ന് വരും. ഈ ചകരിയിട്ട് ഉറച്ച് നമ്മെ റെഡിയാക്കും അല്ലേ? കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി യജമാൻ എന്താ ചെയ്യുക? ചെത്തി വെളുപ്പാക്കും അല്ലേ? ഇനി ഈ തിരുവചനം വായിക്കുന്നതിനെ കുറിച്ച് പത്രോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. 1 പത്രോസ് 2-ാം അധ്യായം 1-ാം വാക്യം. 1-2 വായിക്കാം. 1 പത്രോസ് 2:1-2. രാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളയണം. നീക്കിക്കളഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാൻ? ദൈവം എന്തിനാ നീക്കിക്കളയുന്നേ? എന്തിനാ? കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോ ആ പാല് കൊടുക്കുന്ന കുപ്പി പ്രത്യേകതയുള്ള കുപ്പിയാണ് അല്ലേ? ആ കുപ്പി എന്ത് ചെയ്യും? നല്ല ചൂടുവെള്ളത്തിലിട്ട് വെട്ടി തിളപ്പിച്ച് അല്ലേ? എന്നിട്ട് അതിൽ എന്ത് ചെയ്യുള്ളൂ? പാല് ഒഴിക്കുള്ളൂ. അതിൽ ഇച്ചിരി കുറവ് വന്നാൽ എന്ത് സംഭവിക്കും? അതിലൊഴിക്കുന്ന പാല് കേടായി. നമുക്ക് ദൈവവചനം നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് യജമാനന് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ, ഉപയോഗമായി തീരുന്നില്ലെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം വായിക്കുന്നത് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ പിന്നിലെ കാരണം എന്താ? ഞാൻ ചിലത് എന്ത് ചെയ്തിട്ടില്ല, നീക്കിക്കളഞ്ഞിട്ടില്ല. എന്തൊക്കെയാ നീക്കിക്കളയേണ്ടത്? ഇവിടെ വായിക്കുന്നു. സകല ദുഷ്ടതയും. അതെല്ലാവർക്കും കാണാൻ പറ്റുമോ? നമ്മുടെ ഉള്ളിലെ ദുഷ്ടത ആർക്കെങ്കിലും തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ല. ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ, ഇതൊക്കെ ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചറിയണം. അത് ഞാൻ തിരുത്തേണ്ടതാണ്, ഞാൻ നീക്കിക്കളയേണ്ടതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ യജമാനന് പ്രയോജനപ്പെടുന്ന ഒരു മാനപാത്രമായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, ഞാൻ ഒഴിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്, ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, ഞാൻ വിട്ടോടേണ്ട കാര്യങ്ങളുണ്ട്, വിട്ടകന്നിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് കൃത്യമായി എൻ്റെ ജീവിതത്തിൽ ചെയ്യുമ്പോഴേ എൻ്റെ യജമാനന് പ്രയോജനപ്പെടുന്ന ഒരു മാനപാത്രമായി തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ വാങ്ങി വെറുതെ സൊക്കേസി വെച്ചെന്ന് ഞാൻ സഭയുടെ ആളാന്ന് പറയാനേ പറ്റുള്ളൂ. ഞാൻ എല്ലാ ഞായറാഴ്ചയും വന്ന് ഒരു കസേരയിൽ വന്നിരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഞാൻ പ്രയോജനമില്ലാത്തവനായിട്ട് അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഉടമസ്ഥന് പ്രയോജനപ്പെടുന്ന ഒരു മാനപാത്രമായിട്ട്. അപ്പൊ ചിലതിനെ ഞാൻ എന്ത് ചെയ്യണം? വിടണം. ഇനി ഞാൻ ചിലതിനെ മുറുകെ പിടിക്കേണ്ടതും ആവശ്യമുണ്ട്. എന്തൊക്കെയാ മുറുകെ പിടിക്കേണ്ടത്? 22-ാം വാക്യം. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചേൽപ്പിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. ഒന്ന് നോക്കിയേ. ഒന്നാമത് എന്ത് ചെയ്യണം? നീതിയുടെ ഉറവിടം ആരാ? നീതിമാൻ ആരാ? ദൈവം അല്ലേ? ദൈവത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? പിന്തുടരണം. ദൈവത്തിന്റെ നീതി എന്താ? ദൈവം നീതിമാനാണ്. നീതിമാനായ ദൈവം ചെയ്യുന്ന കാര്യം എന്താ? അല്ലേ? പാപികളായ നമ്മൾ എന്ത് ചെയ്തു? നീതീകരിച്ചു. ഞാൻ ഇപ്രകാരത്തിൽ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ ഇരട്ടകൾ ജനിച്ചു പോകാനെ. രണ്ടുപേരും ഒരുപോലെ കാണാനുണ്ട്. അപ്പൊ ഒരാൾ നന്നായി പഠിക്കും, എന്നാൽ മറ്റവൻ എന്ത് ചെയ്തില്ല, കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. അപ്പൊ അവര് വളർന്നു വന്നു. ഒരുത്തൻ പഠിച്ച് അവൻ വക്കീലായി, പിന്നീട് ഒരു ജഡ്ജിയായിട്ട് മാറി. മറ്റേ ആള് കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. വീട്ടിൽ നിന്ന് അവൻ പോയി, അവനെന്ത് ചെയ്തു? ചില മോഷണങ്ങൾ നടത്തി. അങ്ങനെ ജീവിക്കുന്ന സമയത്ത്, ഒരു വീട്ടിൽ മോഷ്ടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ വീട്ടിലെ ഉടമസ്ഥ എഴുന്നേറ്റു, അവരെ കൊന്നു, അവനെ ജയിലിൽ കൊണ്ടുവന്നു. അങ്ങനെ ഈ ജഡ്ജിയുടെ മുമ്പിലാണ് വന്നു നിൽക്കുന്നത്. അപ്പൊ ജഡ്ജിക്ക് ആളെ മനസ്സിലായി, ഇതാരാ എന്റെ മുന്നിൽ നിൽക്കുന്നത്? എന്റെ. അപ്പൊ ആ നീതിമാനായ ജഡ്ജി കോടതി വിധി കൽപ്പിക്കുകയാണ്, ഇവരെ എന്ത് ചെയ്യണം? മരണം വരെ തൂക്കിലെ. അതേ സമയം ഈ സഹോദരനോട് എന്തുണ്ട്? സ്നേഹം. ആ കഥയുടെ അവസാന ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്. ഈ ജഡ്ജി
ആ സഹോദരന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സഹോദര, എനിക്ക് നിങ്ങളെ രക്ഷിക്കണം. നിങ്ങൾക്ക് കുടുംബമുണ്ട്, നിങ്ങളുടെ മക്കളുണ്ട്, അവർക്കൊരു നല്ല പിതാവായിട്ട് നിങ്ങൾ മാറണം. ഞാൻ എന്ത് ചെയ്യാം? നമ്മൾ ഒരുപോലെയാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ വസ്ത്രം ഞാൻ ധരിച്ച് നിങ്ങൾക്ക് പകരം ഞാൻ എന്ത് ചെയ്യാം? ധരിക്കാൻ തയ്യാറാണ്. അത് പിന്നീട് അതിൻ്റെ ബാക്കി പത്രം എനിക്ക് അറിയത്തില്ല. പക്ഷേ അത് ചെയ്തോ ഇല്ലയോ, ആ സഹോദരങ്ങൾ നടത്തിയോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ ഉന്നതനായ ദൈവം ചെയ്തത് എന്താണ്? തന്റെ നീതി വെളിപ്പെടുത്തി. എങ്ങനെ? നീതിമാനായ ദൈവം, പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്തവൻ എന്ത് ചെയ്യണം? മരിക്കണം. പക്ഷെ ആ മരണശിക്ഷ അതൊരു ക്രൂശിൽ നമുക്ക് വേണ്ടി സ്വയം ഏറ്റെടുത്തു. തന്റെ നീതിയെ താൻ എന്ത് ചെയ്തു? എത്രയോ ശ്രേഷ്ഠകരമായ കാര്യമാണ്. രണ്ടാമത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് നീതി. പിന്നെ ഇപ്പോഴും നീതിയും വിശ്വാസവും. നീതിയും വിശ്വാസം. വിശ്വാസം പറഞ്ഞാൽ എന്താ? വിശ്വാസം? മനുഷ്യൻ പാപം ചെയ്യാൻ കാരണമായി തീർന്ന ഒരു കാര്യം എന്താ? വിശ്വാസം അല്ലേ? അവിശ്വാസമാണ് അവനെ അനുസരണക്കേടിലേക്ക് നയിച്ചത്. ദൈവം പറഞ്ഞു, ഈ പഴം തിന്നാൽ നീ എന്ത് ചെയ്യും? മരിക്കും അല്ലേ? പിശാച് വന്നിട്ട് പറഞ്ഞു, ഈ പഴം തിന്നാൽ നീ എന്താവും? ദൈവത്തെ. ആര് പറഞ്ഞത് വിശ്വസിച്ചു? പിശാച് പറഞ്ഞത് വിശ്വസിച്ചു. അപ്പൊ അവിശ്വാസം. ആരെ അവിശ്വസിച്ചു? ദൈവത്തെ അവിശ്വസിച്ചു. കാലങ്ങൾ കഴിഞ്ഞു. ഈ ഓരോ കാലഘട്ടം നാം എടുത്തു നോക്കിയാൽ വിശ്വാസത്തെയാണ് എന്ത് ചെയ്യുന്നത്? വിശ്വാസത്താൽ അല്ലേ? പിന്നീട് കർത്താവായ യേശുക്രിസ്തുവിനോട് രക്ഷ ഒരുക്കിയിട്ട് ദൈവം പറയുന്നത് എന്താ? തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കണം. അവിശ്വാസത്തിന് എന്താണ് മാർഗം? വിശ്വാസം അല്ലേ? ആ വിശ്വാസം, കർത്താവിനുള്ള പൂർണ്ണമായ വിശ്വാസം. അപ്പൊ ചിലതിനെ വിട്ടിട്ട് ചിലതിനെ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. നീതി മുറുകെ പിടിക്കണം. അടുത്ത വിശ്വാസം മുറുകെ പിടിക്കണം. ഇനി മൂന്നാമത് കാണുന്നത് എന്താ? സ്നേഹം. വിശ്വാസം, സ്നേഹം. സ്നേഹം എവിടെ നമുക്ക് കിട്ടുക? എവിടെയാ സ്നേഹം ഇരിക്കുന്നത്? സ്നേഹത്തിന്റെ ഉറവിടം എന്താണ്? 1 യോഹന്നാൻ 4-ാം അധ്യായം. 1 യോഹന്നാൻ 4-ാം അധ്യായം. ഇവിടെ വായിക്കുന്നത് എന്താണ്? 8-ാം വാക്യം, ദൈവം സ്നേഹം തന്നെ. ഇനി 7-ാം വാക്യം, സ്നേഹം എവിടെ നിന്നാ കിട്ടുന്നത്? നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. ആ സ്നേഹത്തെ എങ്ങനെ കിട്ടും? സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കണം. അപ്പൊ ദൈവത്തിൽ നിന്നും ജനിച്ചവനാണ് ഇത് കിട്ടുക, സ്നേഹം കിട്ടുക. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൽ നിന്ന് ജനിക്കുക. 5-ാം വാക്യം, 1 യോഹന്നാൻ 5:1. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കണം. അപ്പൊ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുക. ഇന്ന് അനേകർക്ക് യേശുവിനെ അറിയാം അല്ലേ? യേശുവിനെ അറിയാം. നിക്കോദെമോസിനെ ആരെയും അറിയാം? യേശുവിനെ അറിയാം. ഈ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്, ഈ നല്ല ഉപദേഷ്ടാവാണ്. പക്ഷേ നിക്കോദെമോസിനോട് പറയാണ്, എന്താ പറയുന്നത്? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ സാധിക്കും. വാർത്ത വലിയ കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് അല്ലേ? കർത്താവ് ബഥാനിയിൽ വന്നപ്പോൾ തന്റെ വീട്ടിലേക്ക് വിളിച്ചു. അത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു. ആ വേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷേ ലാസർ മരിച്ച് ഈ കർത്താവും മാർത്തയും തമ്മിൽ സംസാരിക്കുമ്പോൾ മാർത്തയോട് കർത്താവ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത് അറിയാമോ? നീ ഇത് വിശ്വസിക്കുന്നുവോ? അങ്ങനെ മാർത്ത പറയുന്നത് എന്തെന്ന് പറയാമോ? നീ ക്രിസ്തു എന്ന് ഞാന് വിശ്വസിക്കുന്നു. അപ്പൊ എന്താ വിശ്വസിക്കേണ്ടത്? ക്രിസ്തുവാണ്. എന്റെ ജീവിതത്തിലെ പാപത്തിന് പരിഹാരം നൽകിയ രക്ഷകൻ, ക്രിസ്തു രക്ഷകൻ. രക്ഷകൻ ആരാണ്? അതിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കും. യേശുവിന്റെ പേരറിയുന്ന അനേകം ആളുകളുണ്ട്. യേശുവിനെ കുറിച്ചുള്ള ധാരാളം ഡാറ്റയൊക്കെ അറിയാം. എന്നാൽ യേശു കർത്താവിനെ ക്രിസ്തുവായി അംഗീകരിച്ചിട്ടുണ്ട്. ഒരു മകൻ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞതുകൊണ്ടോ രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ സാധിക്കില്ല. ഈ സ്നേഹം കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം?
യേശുവിനെ ക്രിസ്തുവായിട്ട് ജീവിതത്തിൽ എന്ത് ചെയ്യണം? അംഗീകരിക്കണം, വിശ്വസിക്കണം. അപ്പൊ എന്ത് ചെയ്യും? ആ സ്നേഹമാണ് നമ്മളെ മുറുകെ പിടിക്കേണ്ടത്, അല്ലേ? ആ സ്നേഹമാണ്. അപ്പൊ 1 നമ്മൾ കണ്ടു നീതി, 2 വിശ്വാസം, 3 സ്നേഹം, 4 ശുദ്ധ ഹൃദയത്തോടെ. ശുദ്ധ ഹൃദയം, വിശുദ്ധി ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ ശരീരം കുളിച്ച് റെഡിയായി ശുദ്ധീകരിക്കുന്നതല്ല, നമ്മുടെ ഹൃദയം എന്തായിരിക്കണം? എന്ത് ചെയ്യണം? ശുദ്ധമായിരിക്കണം, അല്ലേ? നമ്മൾ അശുദ്ധരായിരുന്നു, എന്നാൽ നമ്മളെ വിശുദ്ധരാക്കി. ആരാണ് വിശുദ്ധരാക്കിയത്? പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായി. നമ്മളെ വിളിച്ചിരിക്കുകയാണ്, വിശുദ്ധിയിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. പാപത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ശുദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കുഞ്ഞാട്ടിന്റെ രക്തത്താൽ ആ ശുദ്ധീകരണം നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ദിനവും എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ശുദ്ധീകരിച്ച് മുമ്പോട്ട് പോകുന്നത് വളരെ ആവശ്യം. അതുകൊണ്ട് അവിടെ വായിക്കുന്ന എന്താണ്? യജമാനന് തന്നെത്താൻ വിടുപ്പാക്കുന്നവൻ. വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗമുള്ള നല്ല വേലക്കൊക്കെയും ഒരുക്കി. അപ്പൊ ചിലതിനെ ഉപേക്ഷിച്ചിട്ട് ചിലതിനെ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. ഇനി അവസാനത്തെ എന്താണ് കാണുന്നത്? എല്ലാവരോടും സമാധാനം ആചരിക്കണം. എല്ലാവരോടും സമാധാനം. ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞല്ലേ? എന്താ ക്രിസ്തുവിന്റെ ഭാവം? എന്താ? സമാധാനം. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവൻ ഭാഗ്യവാനാണ്. ആ സമാധാനത്തിന്റെ അനുഭവം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം, നമ്മുടെ സഭയിൽ ഉണ്ടാകണം, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണം. എന്താ പലപ്പോഴും ചിലതിനെ മുറുകെ പിടിക്കേണ്ടതിനെ മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളുടെയും ആരംഭം നമുക്ക് കാണാം. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് എന്താ? മുറുകെ പിടിക്കേണ്ടത് ചിലത് മുറുകെ പിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ചിലതിനെ വിട്ടൊഴിഞ്ഞ് ചിലതിനെ പിടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? യൗവന മോഹങ്ങളെ വിട്ടുകൂടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കുക. ഇതിലെ ഓരോ പദങ്ങളും അതിന്റെ അർത്ഥങ്ങളിലേക്ക് പോയാൽ എത്രമാത്രം പവിത്രതയോടെ നാം ചെയ്യേണ്ട കാര്യമാണ്. ആചരിക്കാന്നുള്ളത് എന്താ? ഭക്തിയോടെ ചെയ്യേണ്ട കാര്യമാണ്. ഭക്തിയോടെ എന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നാം നമ്മുടെ ഉടമസ്ഥന് പ്രയോജനപ്പെടുന്ന പാത്രമായി തീരണമെങ്കിൽ നാം ചിലതിനെ എന്ത് ചെയ്യണം? നമുക്കൊരു ഉടമസ്ഥനുണ്ടെന്ന് മനസ്സിലാക്കണം. ഉടമസ്ഥൻ എന്നെ വില കൊടുത്ത് വാങ്ങിയിരിക്കുകയാണ്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ, പൊന്നാകട്ടെ, വെള്ളിയാകട്ടെ, മരമാകട്ടെ, മൺപാത്രമാകട്ടെ, ഞാൻ എന്താണോ അതേ അവസ്ഥയിൽ അവന് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് നമ്മെ വാങ്ങിയിരിക്കുന്നത്. ആ ചിന്ത നമുക്കുണ്ടെങ്കിൽ നമ്മെ തന്നെ വെടുപ്പാക്കി ചിലതിനെ വിട്ട് ചിലതിനെ മുറുകെ പിടിച്ച് നല്ല ക്രിസ്തീയ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കും. യജമാനൻ പ്രയോജനപ്പെടുന്ന മാനപാത്രം ആയിരിക്കുന്നത്. ഇന്ന് രാത്രി കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. നാം ചിലത് മുറുകെ പിടിക്കണം. കർത്താവിൽ നിന്ന് നമുക്ക് ചിലത് കിട്ടണം, അല്ലേ? സ്നേഹം നമുക്ക് കിട്ടണം. സ്നേഹം കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിക്കണം. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയട്ടെ, ഒരുപക്ഷെ കർത്താവിനെ കുറിച്ച് നമുക്ക് അറിയാതിരിക്കാം, എന്നാൽ ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ യഥാർത്ഥമായി യേശുവിനെ ക്രിസ്തുവെന്ന് വിശ്വസിച്ച് എന്റെ പാപത്തിന് വേണ്ടിയാണ് നീതി വെളിപ്പെടുത്തിയത്, എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവമകനായി തീർന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. 2, കർത്താവിന് പ്രയോജനപ്പെടുന്ന ഒരു മാനപാത്രം. രക്ഷിക്കപ്പെട്ട നാം ഓരോരുത്തരും അവന് പ്രയോജനമുള്ള, ഉടമസ്ഥന് പ്രയോജനമുള്ള മാനപാത്രമായി തീരണം. അത് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ഉള്ള അവസ്ഥയിലാണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ഇനിയും നാം ചിന്തിച്ചു അപ്പോസ്തലനായ പൗലോസിന്റെയും തിമോഥെയോസിന്റെയും ജീവിതം. നാം ഒരു സഭയുടെ അംഗമായി തീരുന്നു. പൗലോസിനെ പോലെ അനേക ശിഷ്യരെ വളർത്തിയെടുക്കുവാൻ, അനേകരെ മോൾഡ് ചെയ്ത് മെന്റർ ചെയ്ത് പ്രയോജനപ്പെടുത്തുവാൻ നമുക്കിടയാക്കിയത്. തിമോഥെയോസിനെ പോലെ ഒരു ഉടമസ്ഥന്
കീഴിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ശിഷ്യത്വത്തിന്റെ മനോഭാവത്തോടുകൂടെ, കീഴ്പ്പെടലിന്റെ മനോഭാവത്തോടുകൂടെ ഇനിയും അധികം പ്രയോജനപ്പെടുവാൻ നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കാം. ഒരു നല്ല മാനപാത്രമായി തീരാൻ കർത്താവ് നമ്മെ സഹായിക്കും.